വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MCH 020യുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. അതായത് ബ്ലോക്ക് 2ലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പം എന്താ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വൈഡ് റേഞ്ച് ഓഫ് സാധനങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അത് എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അവരുടെ ഇൻഫ്രാറെഡ് റീജിയനിൽ മറ്റു മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതുവഴി ഉണ്ടാകുന്ന ട്രാൻസിഷൻ നമ്മുടെ വൈബ്രേഷണൽ എനർജി തമ്മിലും അതുപോലെ തന്നെ പല പല വൈബ്രേഷൻ എനർജി ലെവൽസ് തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷനാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മോളിക്കുലാർ സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് മാത്രമല്ല ഓരോരോ മോളിക്യൂൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിതിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് മൈക്രോവേവും IR സ്പെക്ട്രോസ്കോപ്പിയും തമ്മിലുള്ള ആ ഒരു നമുക്കൊരു കമ്പാരിസൺ നോക്കാം. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് റൊട്ടേഷണൽ എനർജി ലെവൽസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ IR സ്പെക്ട്രോസ്കോപ്പി ഫോക്കസ് ചെയ്യുന്നത് വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ആണ്. അതായത് വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ആണ്, ഇങ്ങനെ മൂവ് ചെയ്യില്ലേ, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ട്രാൻസിഷൻസ് ആണ് IR സ്പെക്ട്രോസ്കോപ്പിയിൽ അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നോക്കാനുള്ളത്. കേട്ടെ, ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയും IR സ്പെക്ട്രോസ്കോപ്പിയും ഒക്കെ ആണ്ട് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്. ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് പ്രോബബ്ലി നമ്മുടെ മോളിക്കുലാർ വൈബ്രേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. ഇനി ജനറൽ സ്പെക്ട്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ സ്പെക്ട്രയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ എലുസിഡേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിൻ്റെ വൈബ്രേറ്റിംഗ് ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ പ്രൈമറിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഓരോ വൈബ്രേഷണൽ മോഡും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിൽ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, എന്തൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട്? ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് നോക്കാൻ പോകുന്നുണ്ട്. അതുപോലെ എനർജി എക്സ്പ്രഷൻ, സ്പെക്ട്രൽ അനാലിസിസ്, പിന്നെ സെലക്ഷൻ റൂൾസ്. ഓക്കെ, നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് നടക്കാം. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ മോഡലാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ? ഒരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യുക. ഒരു ആറ്റം ഇവിടെ ഉണ്ട്, ഒരു ആറ്റം ഇങ്ങനെയുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണെന്ന് വെച്ചോ. ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ കംപ്രസ്ഡും ഡയലേറ്റഡുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് അകത്തോട്ടും പുറത്തോട്ടുമായിട്ട്. അപ്പോൾ അവിടെ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റീസ്റ്റോറിങ് ഫോഴ്സ്, പിന്നെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് രണ്ട് ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഒരു ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്പ്രിങ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ സ്പ്രിങ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓസിലേഷൻ മീൻ പൊസിഷനിൽ നിന്നുമുള്ള അതിൻ്റെ ഓസിലേഷൻ R max എന്നും അതിൻ്റെ മിനിമം പൊസിഷനിലോട്ട് വരുമ്പോൾ R minimum എന്ന് നമ്മൾ എടുക്കുന്നു. ഇനി റീസ്റ്റോറിങ് ഫോഴ്സ്, ഇതിൽ എന്തൊക്കെ ഫോഴ്സസ് വരുന്നുണ്ട്? ഇതിപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്ട്രെച്ച് ആവുമ്പം എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഒരുപാട് സ്ട്രെച്ച് ആവുന്നത് റെസിസ്റ്റ് ചെയ്യുന്നു. ഇനി ഭയങ്കരമായിട്ട് അങ്ങ് അടുത്ത് വരുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. നമ്മുടെ ഈ രണ്ട് തെർമോക്കോൾ ബോൾസ് തമ്മിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നത് പോലെ അത് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ അത് തെറിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ തെറിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് നന്നായിട്ട് അങ്ങ് നീങ്ങുകയും ചെയ്യും, അടുത്ത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ഇതാണ് ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോ. ഇതാണ് ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെയാണ് ഇക്വിലിബ്രിയം, മിനിമം എനർജിയിൽ വരുമ്പോഴുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിനി ഈ ആ ഒരു PDF ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് പോകാം കേട്ടോ. അതായത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ അപ്രോക്സിമേഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞു മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ട്, അടുത്ത മോളിക്യൂൾ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് അടുത്ത് വരുന്നു, പുറത്തേക്ക് പോകുന്നു. അടുത്ത് വരുമ്പോൾ, ഏറ്റവും അടുത്ത് വരുമ്പോഴുള്ളതാണ് R മിനിമം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അകലേക്ക് പോകുമ്പം R മാക്സിമം ആയിട്ട് മാറുന്നു. ഇത് R ഇക്വിലിബ്രിയം ഉണ്ട് കേട്ടോ, ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോൾ R ഇക്വിലിബ്രിയം ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ എനർജിക്ക് അനുസരിച്ച് നമ്മൾ ഈ ആറ്റത്തിൻ്റെ ഒക്കെ എടുക്കില്ലേ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ, സെയിം തന്നെ. അത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഗ്രാഫ് കിട്ടുക. എനർജിയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഗ്രാഫ് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാപൊളൈറ്റഡ് ആയിട്ടുള്ള ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ, ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ള സാധനം ഞാൻ ഒന്ന് ചുരുക്കിയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മോഡലിലേക്ക്. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷനാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു പാരബോളിക് കേർവ് വഴിയാണ് ഉണ്ടാവുന്നത് കേട്ടോ. പാരബോളിക് കേർവ് വഴിയാണ്. ഞാൻ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പാരബോളിക് കേർവ് എന്ന് പറയുന്നത് നമ്മുടെ PDF തന്നെ ഉണ്ട് പാരബോളിക് കേർവ് കണ്ടോ. ഇതൊരു പാരബോളിക് കേർവ് ആണ് കേട്ടോ. ഇങ്ങനെ എക്സ്ട്രാപൊളേറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പാരബോളിക് കേർവ് ആണ്. അപ്പോൾ ഇതുപോലൊരു പാരബോളിക് കേർവ് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ E(R) എന്ന് പറയുന്നത് എന്താണ്, ½ K × R മൈനസ് R ഇക്വലൻറ്റ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. K എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അത് എന്തിൻ്റെ മെഷറും കൂടിയാണ്, ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ മെഷർ കൂടിയാണ് Kയുടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ടെയ്ലർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലാവുമ്പോൾ ടെയ്ലർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിത്ത് ദ ഹാർമോണിക് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റിംഗ് ദ ഡോമിനൻറ്റ് തേർഡ് ടേം വെൻ ഹൈ ഓർഡർ ടേംസ് ആർ നെഗ്ലിജിബിൾ. ഹൈ ഓർഡർ ആയിട്ടുള്ള ടേംസ് നെഗ്ലിജിബിൾ ആയിട്ട് വരുമ്പോൾ ഹാർമോണിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു തേർഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനിൽ ആദ്യം നോക്കേണ്ടത്. R ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. R ഇക്വിലിബ്രിയം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സാധനം തന്നെയാണ്. R ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോഴുള്ള അവരുടെ ഡിസ്റ്റൻസ് ആണ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R ഇക്വിലിബ്രിയം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് നോക്കാം. അതായത് ഹുക്സ് ലോയുടെ കേസ്. ഹുക്സ് ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് f(x) എന്ന് പറയുന്നത് എന്താണ്, -kx തുല്യമാണ്. ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്, x എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ K എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ആണ് കേട്ടോ. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്നും പറയാറുണ്ട്. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് അളക്കുന്നത്. അതുകൊണ്ട് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. നമ്മൾ +2 പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഇനി വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ന്യൂ എന്ന് പറഞ്ഞാണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുക. ന്യൂ എന്ന് പറഞ്ഞാൽ 1/2π × K/m ദ ഹോൾ റേസ് ടു ഹാഫ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻറ്റിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് Kനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എനർജി ക്വാണ്ടൈസേഷൻ ആണ് കേട്ടോ. എനർജി ക്വാണ്ടൈസേഷൻ ആണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. എനർജി ക്വാണ്ടൈസേഷൻ എങ്ങനെയായിരിക്കും നോക്കിയേ. ക്വാണ്ടം നമ്പറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ക്വാണ്ടം നമ്പറിൻ്റെ കേസിൽ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്കറിയാവുന്നത് വൈബ്രേഷണൽ എനർജി എല്ലാം ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ഈ V എന്ന് പറയുന്നത് എന്താണ്, ഈ V എന്ന് പറയുന്നത് V + ½ hν ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, V + ½ hν ആണ്. ഇതിൽ V എന്ന് പറയുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞ് അതിൻ്റെ വാല്യൂസ് വരും. വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ് V എന്ന് പറയുന്നത്. അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അലൗഡ് എനർജി ലെവൽസിൽ മാത്രം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ½ hν എന്ന് പറയുന്നതാണ് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. hν എന്ന് പറയുന്നതാണ് ലെവൽ സ്പേസിങ്. അതായത് ഓരോ എനർജി ലെവൽസിനും ഇക്വിഡിസ്റ്റൻ്റ്
കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് സെപ്പറേഷന് വേണ്ടുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള കോൺസ്റ്റൻറ്റ് സെപ്പറേഷൻ ഇത്ര ലെവൽസ് കഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് എച്ച് ന്യൂ എന്ന് പറഞ്ഞും കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതിൽ ഹാഫ് എച്ച് ന്യൂ എന്ന് പറയുന്നത് 0 പോയിൻ്റ് എനർജിയാണ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എല്ലാ നോൺ സീറോ ആയിട്ടുള്ള എനർജി ലെവലിൻ്റെതും ആയിട്ടുള്ള ഒരു ക്വാണ്ടം പ്രോപ്പർട്ടിയാണ്, ഇൻട്രിൻസിക് ക്വാണ്ടം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി ലെവലിൻ്റെ കേസാണ് എച്ച് ന്യൂ എന്ന് പറഞ്ഞ് ഹാഫ് എച്ച് ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്വാണ്ടം ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട്സ് ആണ്. ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി, അതായത് എനർജി എല്ലാം തന്നെ നമുക്ക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് വൈബ്രേഷണൽ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നോൺ സീറോ മിനിമം എനർജി എന്ന് പറയുന്നത് ഹാഫ് എച്ച് ന്യൂ ആണ്. അതൊരിക്കലും സീറോ അല്ല ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ഇനി ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് പ്രോബബിലിറ്റി എക്സിസ്റ്റ് ഇൻ ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻസ്. അതായത് നമുക്കാണ് പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻസിലാണ് ക്വാണ്ടം ടണലിംഗ് വരുന്നത്. ഇനി ഈക്വൽ സ്പേസിങ്, കോൺസ്റ്റൻറ്റ് എനർജി ഡിഫറൻസസ് കാണും സക്സസീവ് ആയിട്ടുള്ള ലെവൽസിൽ. അപ്പോൾ ആ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഈക്വൽ സ്പേസിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വാണ്ടൈസ്ഡ് എനർജീസ് ആയിരിക്കും. നോൺ സീറോ മിനിമം ഉണ്ടായിരിക്കും. നോൺ സീറോ മിനിമം ആണ് കേട്ടോ, സീറോ അല്ല. നോൺ സീറോ മിനിമം ഉണ്ടായിരിക്കും. ക്വാണ്ടം ടണലിംഗ് ഉണ്ടായിരിക്കും. ഈക്വൽ സ്പേസിങ് ഉണ്ടാകും. ഈക്വൽ സ്പേസിങ് ഞാൻ നേരത്തെ മേളിൽ പറഞ്ഞു, എച്ച് ന്യൂ ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്, ലെവൽ സ്പേസിങ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസിലേഷൻ ഫ്രീക്വൻസി എക്സ്പ്രഷനാണ്. ഓസിലേഷൻ ഫ്രീക്വൻസിയുടെ ഓരോരോ എക്സ്പ്രഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേവ് നമ്പറിൻ്റെ യൂണിറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ നമ്പർ ഫോർ സ്പെക്ട്രോസ്കോപ്പി. അതായത് ഒമേഗ ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2πc ഇൻറ്റു √k/മാസ് റെഡ്യൂസ്ഡ് മാസ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഓസിലേഷൻ ഫ്രീക്വൻസിയുടെ വേവ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. വൈബ്രേഷണൽ എനർജി വേവ് നമ്പറിൽ നമ്മൾ യൂണിറ്റ് പറയുമ്പം ഈ ന്യൂ എന്ന് പറയുന്നത്, ഈ വി എന്ന് പറയുന്നത് വി പ്ലസ് ഹാഫ് ഇൻറ്റു ഒമേഗ ഓസിലേഷൻ സെൻറ്റിമീറ്റർ/-1 ആണ്. ഇവിടെ മ്യൂ റെഡ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, സെൻറ്റിമീറ്റർ/സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്? 0 പോയിൻ്റ് എനർജിയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഹാഫ് എച്ച് ഡാഷ് ഒമേഗ ഓസിലേഷൻ ആയിരിക്കും കേട്ടോ. ഹാഫ് എച്ച് ഡാഷ് ഒമേഗ ഓസിലേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് HCl വൈബ്രേഷണൽ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ്. HClൻ്റെ വൈബ്രേഷണൽ പ്രോപ്പർട്ടിയെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. HClൻ്റെ വൈബ്രേഷണൽ പ്രോപ്പർട്ടി. അപ്പോൾ HClൻ്റെ വൈബ്രേഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈബ്രേഷണൽ സ്പെക്ട്രത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇതാ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ HClൻ്റെ കേസാണ് നമ്മളിനി നോക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ HClൻ്റെ കേസിൽ വരുമ്പോൾ വരുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ അനുസരിച്ചിട്ട് ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2990 cm/-1 ആണ്. ഇതിൽ ഹൈഡ്രജൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1.008 യൂണിറ്റ് ആണ്. ക്ലോറിൻ്റെ മാസ് 34.969 യൂണിറ്റും ആണ്. ഇനി ഇതിൻ്റെ കാൽക്കുലേറ്റഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ 0 പോയിൻ്റ് എനർജി 1450 cm/-1 ആണ്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഹാഫ് എച്ച് ന്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി റെഡ്യൂസ്ഡ് മാസ് 1.626 × 10⁻27 kilograms ആണ്. m1 m2/m1 + m2. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ബി എന്ന് പറയുന്നത് എത്രയാണ്? ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയുന്നത്, ഇവിടെ ബി ഇല്ല കേട്ടോ. കെ എന്ന് പറയുന്നത് 516.3 Nm/-1 ആണ്. ഈ കാൽക്കുലേഷൻ വഴി നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? മോളിക്യൂൾ പാരാമീറ്റർ അല്ലെങ്കിൽ മോളിക്കുലാർ പാരാമീറ്റർ എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പഠിക്കാം. ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 516.3 Nm/-1 ആണ്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? HClൻ്റെ ബോണ്ട് അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വൈബ്രേഷണൽ സ്പെക്ട്രത്തിൻ്റെ പ്രീ റിക്വസിറ്റ്സ് ആണ് കേട്ടോ. ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഡൈപോൾ, അതായത് മോളിക്യൂളിന് ഓസിലേറ്റിംഗ് ഡൈപോൾ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഡൈപോൾ ഉണ്ടെങ്കിൽ മാത്രമേ IR ഇൻട്രാക്ഷൻ നടക്കുകയുള്ളൂ. ഇനി IR ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസിലൊന്നും ഇത് നടക്കില്ല. അതായത് ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള മോളിക്യൂൾസിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസിന് എന്ത് ലാക്കിംഗ് ആണ്? ഡൈപോൾ മൊമെൻറ്റ് ലാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? IR സ്പെക്ട്രം ഉണ്ടാവില്ല. IR ഇനാക്റ്റീവ് ആണ് അവർ കേട്ടോ. ഇനി IR ആക്റ്റീവ് ആണ്,
ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾസ് IR ആക്റ്റീവ് ആണ്, അവരൊക്കെ IR അബ്സോർപ്ഷൻ കാണിക്കും. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് EM റേഡിയേഷന് മാത്രമേ ഉള്ളൂ. EM റേഡിയേഷൻ്റെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ? മോളിക്യൂൾസിൽ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇതില്ല എന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ IR ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി സെലക്ഷൻ റൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസിഷൻ മൊമെന്റം ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് RV വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. RV എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ സൈ വി മ്യൂ സൈ വി DX വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഹെട്രോന്യൂക്ലിയർ നയറ്റോമിക്സിലാണെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് മ്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ടൈലർ സീരീസ് പോലെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സെലക്ഷൻ റൂളും കിട്ടും. അതായത് ഡെൽറ്റ V എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി പ്ലസ് ഓർ മൈനസ് എന്താണ് 1ന് തുല്യമായിട്ട് കിട്ടണം. ദിസ് മീൻസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എവിടെ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറിൽ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതും 1 യൂണിറ്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ട്രാൻസിഷനും സെയിം എനർജി ആയിരിക്കും, H' ഒമേഗ ഓസിലേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതും ഒരു സിംഗിൾ അബ്സോർപ്ഷൻ ലൈൻ ആയിരിക്കും തരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഹാർമോണിക് ഓസിലേറ്റർ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ അബ്സോർപ്ഷൻ ലൈൻ ആയിരിക്കും ഹാർമോണിക് ഓസിലേഷൻ സ്പെക്ട്രം തരിക. എല്ലാ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസിനും ഐഡന്റിക്കൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും ഉണ്ടാവുക. ഈ ന്യൂ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പോർഷനിലോട്ട് പോകുമ്പോൾ അത് ഒമേഗ ഓസിലേഷൻ നമുക്ക് തരുന്നു. ഇതുവഴി നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു അബ്സോർപ്ഷൻ സിഗ്നൽ ഈ ഒരു ഓസിലേഷൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓസിലേഷൻ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ സിഗ്നലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു അബ്സോർപ്ഷൻ സിഗ്നൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നു. ഓരോ ഓസിലേഷൻ ഫ്രീക്വൻസിക്കും അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓസിലേഷൻ ഫ്രീക്വൻസിയുടെ അവിടെ നമുക്കൊരു അബ്സോർപ്ഷൻ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹാർമോണിക് അല്ലാത്ത അൺഹാർമോണിക് ഓസിലേഷൻ്റെ കേസാണ്. റിയൽ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഹാർമോണിക് ബിഹേവിയറിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാണ്. ഓക്കെ, ഹാർമോണിക് ബിഹേവിയർ അവർ കാണിക്കുന്നില്ല. മോഴ്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ നമുക്ക് ഇതിൻ്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോഴ്സ് പൊട്ടൻഷ്യൽ അനുസരിച്ച് എന്ന് പറയുന്ന ഈ എനർജി എന്ന് പറയുന്നത് D equivalent into 1 minus E raised to A into R equivalent minus R the whole square ആണ്. ഇവിടെ D equivalent അല്ലെങ്കിൽ DE എന്ന് പറയുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് കാണിക്കുന്നത്. ലാർജർ ആയിട്ടുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു, പൊളിഞ്ഞു പോകുന്നു. അതായത് അവരുടെ ഡിസോസിയേറ്റ് ചെയ്യുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് കാണിക്കുന്നില്ല? ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ലാർജർ ആറിൻ്റെ അവിടെ ഫ്ലാറ്റൻ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പാരബോളിക് ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്റർ പോലെ അല്ല. നമുക്കിങ്ങനെ വളഞ്ഞുള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രാഫ് ഒന്നും നമുക്ക് കിട്ടില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രാഫ് ആയിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പം അൺഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസും എന്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു? ഹാർമോണിക് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഴ്സ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചത്. മോഴ്സ് പൊട്ടൻഷ്യലിൻ്റെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷനാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന. E = DE³ 1 minus E raised to A into R equivalent minus R the whole square എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ DE എന്ന് പറയുന്ന ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. ലാർജർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിസ്റ്റൻസസിൽ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് ഡിസ്റ്റൻസ് കൂടുമ്പോൾ മോളിക്യൂൾ എന്തായാലും പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ അതിൻ്റെ ബിഹേവിയർ ഇമ്പോസിബിൾ ആണ് ഹാർമോണിക് ഓസിലേറ്ററിൽ. അതൊരിക്കലും അനുവദനീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത അൺഹാർമോണിക് എനർജി എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്സിലോൺ V എന്ന് പറയുന്നത് V + ½ into omega E minus V + ½ into half the whole square into omega E into XC. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടിയ അൺഹാർമോണിക് കറക്ഷൻ എന്ന് പറയുന്നത്.
ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന അറിയാമല്ലോ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സോൾവ് ചെയ്ത് കിട്ടിയ അൻഹാർമോണിക് കറക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു ഇ വി അല്ലെങ്കിൽ സോറി എപ്സിലോൺ ഇ ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഇൻറ്റു ഒമേഗ ഇ മൈനസ് വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഇ എക്സ് ഇ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒമേഗ ഇ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഓസിലേഷൻ ഫ്രീക്വൻസി ആണ്. എക്സ് ഇ എന്ന് പറയുന്നത് അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് ആണ് എക്സ് ഇ എന്ന് പറയുന്നത്. ടിപ്പിക്കലി അത് 0.01 ഒക്കെ ആയിരിക്കും അതിന് വരിക. ഇനി ഈ ഒമേഗ ഇ ഇക്വിലിബ്രിയം ഓസിലേഷൻ ഫ്രീക്വൻസി എച്ച് സി എല്ലിൻ്റെ കേസിലാണെങ്കിൽ 2990 അല്ലെങ്കിൽ 2990.95 ആയിരിക്കും. ഇനി അത് ഒമേഗ ഇ എക്സ് സി ആവുമ്പോൾ 52.819 എന്ന് കിട്ടും. അല്ലെങ്കിൽ അൺഹാർമോണിസിറ്റി ടേമിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എച്ച് സി എല്ലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കിട്ടുന്നു? 52.819 എന്നായിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അൺഹാർമോണിക് സെലക്ഷൻ റൂളും അതിൻ്റെ ഓവർ ടോൺസുമാണ്. അൺഹാർമോണിസിറ്റി എന്ന് പറയുന്നത് സെലക്ഷൻ റൂളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയൊരു ലാർജ് ക്വാണ്ടം ജമ്പിലേക്ക് ചാടിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വിയുടെ വാല്യൂ +or-1 +or-2 +or-3 എന്നിങ്ങനെ ആയിരിക്കും പോവുക. ഫണ്ടമെൻ്റലായിട്ട് 0-യിൽ നിന്നും 1-ലോട്ട് പോകുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ട്രാൻസിഷനിൽ ഒമേഗ ഡാഷ് ഇ ഇൻറ്റു 1 - 2xc ആയിരിക്കും. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും ഫണ്ടമെൻ്റൽ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഫസ്റ്റ് ഓവർടോൺ വരുമ്പോൾ 0-യിൽ നിന്നും 2-ലോട്ട് വരുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. ഫസ്റ്റ് ഓവർടോൺ വരിക. അപ്പോഴെന്താവുന്നു? 2 ഒമേഗ ഇ ഇൻറ്റു 1 - 3xc എന്ന് വന്ന് കിട്ടും. ഇവിടെ വീക്ക് ഇൻറ്റൻസിറ്റിയിലായിരിക്കും അത് പോവുക. സെക്കൻഡ് ഓവർടോൺ വരുമ്പോഴേക്ക് അത് വീക്കർ ആവും കേട്ടോ, ഭയങ്കരമായിട്ട് വീക്കർ ആവും. അതായത് ഓരോ ഓവർടോൺ കഴിയുമ്പോഴും ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു? വീക്കർ ആയിക്കൊണ്ടിരിക്കുന്നു. എച്ച് സി എല്ലിൻ്റെ സ്പെക്ട്രം അനാലിസിസിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 0 തൊട്ട് 1-ലോട്ടുള്ള ഫണ്ടമെൻ്റൽ വരുമ്പോൾ 2890 ആയിരിക്കും. അതാണ് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. പിന്നെ 0-യിൽ നിന്നും 2-ലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓവർടോൺ, 0-യിൽ നിന്നും 3-ലോട്ട് പോകുമ്പം സെക്കൻഡ് ഓവർടോൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് ഒമേഗ ഇ എന്ന് പറയുന്ന 2988 cm⁻⁻1 ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സിയുടെ വാല്യൂ 0.016 എന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വിലിബ്രിയം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അത് അൺഹാർമോണിസിറ്റി കാരണമാണ് അതുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് സി എല്ലിൻ്റെ സ്പെക്ട്രവും അതിൻ്റെ 3 ഒബ്സർവബിൾ ആയിട്ടുള്ള ട്രാൻസിഷനും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രയെ പറ്റിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് പോർഷനാണ് വൈബ്രേഷണൽ റൊട്ടേഷൻ സ്പെക്ട്രം. അതായത് ഗ്യാസ് ഫേസിൽ വരുമ്പോൾ IR-ൻ്റെ ഫോട്ടോൺസ് എന്ന് പറയുന്നത് റൊട്ടേഷനും വൈബ്രേഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേഷൻ ആസ് വെൽ ആസ് വൈബ്രേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൊട്ടേഷനും വൈബ്രേഷനും അണ്ടർഗോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റൊട്ടേഷനും വൈബ്രേഷനും അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എനർജി ആയിട്ടായിരിക്കും കിട്ടുക. റൊട്ടേഷണലിൻ്റെയും വൈബ്രേഷണലിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള എനർജി. അതെങ്ങനെയായിരിക്കും കിട്ടുക? ഈ എപ്സിലോൺ ജെ വി എന്ന് പറയുന്നത്, ജെ എന്ന് പറയുന്ന റൊട്ടേഷണൽ എങ്കിൽ വി എന്ന് പറയുന്ന വൈബ്രേഷണലാണ്. BJ × J+1 പ്ലസ് ഒമേഗ ഡാഷ് ഇ ഇൻറ്റു വി പ്ലസ് ഹാഫ് മൈനസ് ഒമേഗ ഇ എക്സ് ഇ ഇൻറ്റു വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ. ഇത് തൊട്ട് ഇതുവരെ ഉള്ളത് എന്താണ്? ഇത് തൊട്ട് ഇതുവരെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇക്വേഷനാണ് കേട്ടോ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. എന്തിൻ്റെ? അൺഹാർമോണിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും അൺഹാർമോണിക് എനർജിയുടെ എക്സ്പ്രഷൻ എങ്കിൽ BJ × J+1 എന്ന് പറയുന്നത് എന്താണ്? അത് എന്താണ്? ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സ്പ്രഷൻ തന്നെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഈ ജെ എന്ന് പറയുന്നത് എന്താണ്? ഈ ജെ എന്ന് പറയുന്നത് BJ × J+1 ഇൻറ്റു പ്ലസ് ഒമേഗ ഇ ഇൻറ്റു വി പ്ലസ് ഹാഫ് മൈനസ് ഒമേഗ ഇ എക്സ് ഇ ഇൻറ്റു വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി എന്ന് പറയുന്നത് +or-1 ഡെൽറ്റ ജി എന്ന് പറയുന്നത് +or-1 ആയിട്ട് മാറി. ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആണ്. ജനറലി അത് ഫോർബിഡൻ ആണ്. അതുകൊണ്ടാണ് +or-1 മാത്രമായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഇതെന്ന് പറയുന്നത് PQR ബ്രാഞ്ചിൻ്റെയാണ്.
പി ബ്രാഞ്ചിൻ്റെ കേസ് വരുമ്പോൾ ഓരോന്നിൻ്റെയും ബ്രാഞ്ചിൻ്റെ കേസ് വരുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രയുടെ കേസ് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിനി പി ക്യു ആർ ബ്രാഞ്ചിൻ്റെ കേസ് പറയാമല്ലോ. പി ക്യു ആർ ബ്രാഞ്ചിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കിയേ, പി ബ്രാഞ്ച്, ക്യൂ ബ്രാഞ്ച്, ആർ ബ്രാഞ്ച്. അതായത് നമ്മുടെ ഈ ഓപ്പൺ ഹൈമറിൻ്റെത് അനുസരിച്ചിട്ട് തന്നെയാണ് ഈ പി ബ്രാഞ്ച് വരുന്നത്. പി ബ്രാഞ്ചിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഒമേഗ പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറേണ്ട? ഈ പി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ എന്താണ്? മൈനസ് വാല്യൂ ആണ് കേട്ടോ. -1 വരുന്ന വാല്യൂ ആണ് പി ബ്രാഞ്ച്. അപ്പോൾ ഡെൽറ്റ ഒമേഗ പി എന്ന് പറയുന്നത് ഇവിടെ -0 - 2b × j+1 ആയിരിക്കും. ലൈൻസ് ജെ വാല്യൂ വളരെ കുറവായിരിക്കും പി ബ്രാഞ്ചിന്. ക്യൂ ബ്രാഞ്ചിന് വരുമ്പോൾ ജനറലി ഫോർബിഡൻ ആയിട്ടുള്ളതായിരിക്കും ക്യൂ ബ്രാഞ്ചിൻ്റെ ലൈൻസ് എന്ന് പറയുന്നത്. ലീനിയർ മോളിക്യൂളിന് ജനറലി ഫോർബിഡൻ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അതിൻ്റെ ബാൻഡ് സെൻറ്റർ -0 നിന്നും ആയിരിക്കും, അത് ബാൻഡ് സെൻറ്ററിൽ നിന്നായിരിക്കും അതിൻ്റെ ആ ഒരു സ്പെക്ട്രം കാണിക്കുന്നത്. ഇനി ആർ ബ്രാഞ്ച് ഉണ്ട്. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് +1 വരുമ്പോഴുള്ളതാണ് ആർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒമേഗ ആർ എന്ന് പറയുന്നത് -0 + 2b × j++1 ആണ്. ഇവിടെ പി ക്യു ആർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഇത് മൂന്നും എന്താണ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള എന്താണ് ബ്രാഞ്ചുകളാണ്. അതായത് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 3 ടൈപ്പിൽ നമുക്ക് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡെൽറ്റ ജെ -1 ആകുമ്പോൾ, ഡെൽറ്റ ജെ 0 ആകുമ്പോൾ, ഡെൽറ്റ ജെ +1 ആകുമ്പോൾ. ആ മൂന്നിൻ്റെയും കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പെക്ട്രം സിമെട്രിക്കൽ ആയിട്ടുള്ള പി ആർ ബ്രാഞ്ചിന് എന്ത് വെച്ച് സ്പെക്ട്രം സെപ്പറേറ്റ് ആവുന്നുണ്ട്? 0 ഗ്യാപ്പ് വെച്ച് സ്പെക്ട്രം സെപ്പറേറ്റ് ആവുന്നുണ്ട്. അവിടെ 0 ഗ്യാപ്പ് എന്ന് പറയുന്ന 4b ആണ് അതിൻ്റെ ബാൻഡ് സെൻറ്ററിൽ വരുന്നത്. അതിൻ്റെ ലൈൻ സ്പേസിങ് വരുന്നത് 2b ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ഹൈമർ അപ്രോക്സിമേഷനും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഹൈ റെസൊല്യൂഷനുള്ള സ്പെക്ട്രം നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട്? അസിമെട്രി റിവീൽ ചെയ്യുന്നുണ്ട്. റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ. അപ്പം BV എന്ന് പറയുന്നത് BE - AV × V +½ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഓപ്പൺ ഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ AE എന്ന് പറയുന്നത് വൈബ്രേഷണൽ റൊട്ടേഷണൽ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. AE എന്ന് പറയുന്നത് വൈബ്രേഷണൽ റൊട്ടേഷണൽ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷണൽ എക്സൈറ്റേഷനും അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് BI എന്ന് പറയുന്നത് BOയേക്കാളും ചെറുതായിരിക്കും. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നോക്കിയേ. പി ബ്രാഞ്ചിൻ്റെ സ്പേസിങ് കൂട്ടുന്നു, ആർ ബ്രാഞ്ചിൻ്റെ സ്പേസിങ് ഡിക്രീസ് ചെയ്യുന്നു, സ്പെക്ട്രം അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിമെട്രി അവർക്ക് നഷ്ടമാവുന്നു. പിന്നെ എന്താണ്, മോളിക്കുലർ സ്ട്രക്ചറൽ ചേഞ്ചിനെ പറ്റിയിട്ട് ഒരു ഇൻഫോർമേഷനും അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചാപ്റ്റർ വൈസ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ട്. വീണ്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. തീർച്ചയായിട്ടും ഞാൻ അതിന് അന്വേഷിച്ചിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.